നമസ്കാരം. ആലപ്പുഴയിൽ ഇടത് സ്ഥാനാർത്ഥി ആരിഫ് വിജയിക്കുമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് A.A. ഷുക്കൂർ രംഗത്ത്. വെള്ളാപ്പള്ളിയെ തല മൊട്ടയടിച്ച് കാശിക്ക് വിടാനുള്ള ഒരുക്കം തുടങ്ങിയെന്നാണ് ഷുക്കൂർ പറയുന്നത്. ആലപ്പുഴയിൽ ആരിഫ് ജയിക്കും, ആരിഫ് തോറ്റാൽ താൻ തല മുണ്ടനം ചെയ്ത് കാശിക്ക് പോകുമെന്നായിരുന്നു വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചത്. ഇതിനെതിരെയാണ് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയത്. വെള്ളാപ്പള്ളി തല മൊട്ടയടിച്ച് കാശിയിൽ പോകേണ്ടി വരുമെന്ന് തന്നെയാണ് A.A. ഷുക്കൂറിന്റെ പ്രസ്താവന. വെള്ളാപ്പള്ളി പിന്തുണച്ചവരുടെ ഗതി എന്താണെന്ന് ആലപ്പുഴക്കാർക്കറിയാം. CPM-ഉം വെള്ളാപ്പള്ളിയും തമ്മിലുള്ള കച്ചവടം എന്തെന്ന് മനസ്സിലായെന്നും വെള്ളാപ്പള്ളിയെ കാശിക്ക് വിടാനുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണെന്നും ഷുക്കൂർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 44% ഈഴവ വോട്ടുകളുള്ള മണ്ഡലമാണ് ആലപ്പുഴ. എന്നാൽ അവിടേക്ക് അടൂർ പ്രകാശ് വരുന്നത് ആത്മഹത്യാപരമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ആലപ്പുഴയിൽ ഈഴവ സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് അവിടുത്തെ കോൺഗ്രസുകാരെന്നും അവർ ആലപ്പുഴയിലേക്ക് വരേണ്ടതില്ലെന്നും ഇന്ന് രാവിലെ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പേടിച്ചാണ് KC വേണുഗോപാൽ പിന്മാറിയത്. തന്നെ നശിപ്പിക്കാൻ വേണുഗോപാൽ ശ്രമിച്ചുവെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് വരേണ്ട ആവശ്യമില്ല. KC വേണുഗോപാൽ മത്സരിച്ചാൽ 6 നിലയിൽ പൊട്ടുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചിരുന്നു. താൻ ആർക്കു വേണ്ടിയും പ്രചാരണത്തിന് ഇറങ്ങില്ല. തിരുവനന്തപുരത്ത് ശശി തരൂരിന് -പോയിന്റ് ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. മണ്ഡലത്തിലെ കാര്യങ്ങൾ തരൂർ നോക്കിയിട്ടില്ല. പഠിപ്പും വിവരവും ഉള്ളതിനാൽ ഉയർന്ന ജാതിക്കാർ തരൂരിനെ പിന്തുണയ്ക്കും. പക്ഷേ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചത് കുമ്മനം രാജശേഖരനും ദിവാകരനുമാണ്. തിരുവനന്തപുരത്തെ ഫലം പ്രവചനാതീതമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം ഭാരവാഹികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന മുൻ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ഭാരവാഹിത്വം രാജിവെച്ച ശേഷമായിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കാര്യം തന്നോട് ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. താൻ പെറ്റ മക്കളെയും തന്നോളമായാൽ താനെന്ന് വിളിക്കണം. താനും മകനും വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. BJP ശബരിമല രാഷ്ട്രീയ വിഷയമാകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ശബരിമല പ്രചാരണ വിഷയമാക്കേണ്ടതില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS-നും തുഷാർ വെള്ളാപ്പള്ളിക്കും അന്ത്യശാസനവുമായിട്ടായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയത്. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ താൻ പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തിരുന്നു. ഏതായാലും മത്സരിക്കുന്ന കാര്യം തുഷാർ താനുമായി ആലോചിച്ചിട്ടില്ല. കണിച്ചുകുളങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ മുന്നറിയിപ്പ്. തൃശൂരിൽ NDAക്ക് വിജയ സാധ്യതയില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ NDAക്ക് കിട്ടിയ വോട്ടും മറ്റ് 2 മുന്നണികൾക്ക് കിട്ടിയ വോട്ട് താരതമ്യം ചെയ്താൽ തന്നെ ആർക്കും കാര്യങ്ങൾ പിടികിട്ടുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരിഹാസം. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.